കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊന്ന കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. 2 ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അജ്മലും ശ്രീകുട്ടിയും താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും മദ്യക്കുപ്പിയും രാസലഹരി ഉപയോഗത്തിനുള്ള ട്യൂബുകളും പോലീസ് കണ്ടെടുത്തു. റിപ്പോർട്ടോടെ ന്യൂസ് നെറ്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം. സംസാരിക്കുന്നത് കുഞ്ഞുമോളെ കാർ കയറ്റി കൊലപ്പെടുത്തിയ പ്രതികളെ ആനൂർക്കാവിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ വൈകാരിക രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. നൂറുകണക്കിന് ആളുകൾ മനുഷ്യത്വം നഷ്ടപ്പെട്ട അജ്മലിനെയും ശ്രീകുട്ടിയെയും പ്രതിഷേധത്തോടെ കണ്ടു. അപകടം നടക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രതികൾ മദ്യപിച്ച പറയൂരുകാവിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അപകടത്തിൽപ്പെട്ട കാറിന്റെ ഉടമ ശോഭയുടെ വീട്ടിലെത്തിച്ചപ്പോൾ പ്രതിയെ ശോഭ തിരിച്ചറിഞ്ഞു. അജ്മൽ ഇവിടെ വരാറുണ്ട്. ശ്രീലാലിന്റെ കൂട്ടുകാരനാണോ? ശ്രീലാലിന്റെ കൂട്ടുകാരൻ ഇവിടെ ഒന്ന് ഊണ് കഴിച്ചായിരുന്നു ഓണത്തിന്. നല്ല വഴി വഴിക്ക് കയറിയതാണോ? വഴിക്ക് കയറിയതാ. ഇവിടെ യാതൊരു അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതികളെ കരുനാഗപ്പള്ളിയിൽ നാട്ടുകാർ തടഞ്ഞ സ്ഥലത്തും എത്തിച്ച് പ്രതികളുടെ തെളിവെടുപ്പ് നടത്തി. അപകട ദിവസം പ്രതികൾ മദ്യവും MDMAയും ഉപയോഗിച്ചതായി സംശയമുയർന്നു. ചില മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്തണം. പ്രതികൾ ലഹരി ഉപയോഗിച്ച ശേഷം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോ എന്നും അന്വേഷിക്കുന്നു. അപകടത്തിന്റെ തലേദിവസം അജ്മലും ശ്രീകുട്ടിയും താമസിച്ച ഹോട്ടലിൽ നിന്നും മദ്യക്കുപ്പികളും രാസലഹരി ഉപയോഗിച്ചതായി കരുതുന്ന ചില വസ്തുക്കളും കണ്ടെടുത്തിരുന്നു. മനുഷ്യത്വം നശിച്ച പ്രതികൾക്ക് ഇതൊരു അപകടം മാത്രം. അതേസമയം ആനൂർക്കാവിലെ ജനങ്ങൾക്ക്, ഈ നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക് ഇതൊരു അരുംകൊല. അതുകൊണ്ടാണ് അവർ വൈകാരികമായി പ്രതികരിക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.